ഹായ്, അഥവേ ഒരു കഥ പറഞ്ഞു തരട്ടെ. പണ്ടുണ്ടല്ല, വളരെ പണ്ടൊന്നും അല്ല, അധ്യാപകരെല്ലാം സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയം ഒരു അധ്യാപകൻ പഠിപ്പിച്ച കുട്ടി പഠിച്ച് വലിയ ആളായി, വലിയ പോലീസ് ഓഫീസർ ആയതിനു ശേഷം പഠിപ്പിച്ച അധ്യാപകനെ കാണാൻ വേണ്ടിയിട്ട് കാണണം അതിയായ ആഗ്രഹം. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മാഷ വീട് തേടി പിടിച്ച് കണ്ടുപിടിച്ച് പോകുന്നു. അധ്യാപകന്റെ വീട്ടിലെത്തി. എന്നിട്ട് ഈ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയത് കൊടുത്ത് മാഷോട് ചോദിക്കുന്നു, മാഷെ എന്നെ അറിയോ, എന്നെ കണ്ട ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. മാഷ്ക്ക് അത്ര ഓർമ്മിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം എന്താ, മാഷ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ, അതുകൊണ്ട് മാഷക്ക് കുട്ടിയെ തിരിച്ചറിയുന്നില്ല. ഞാനെന്നാ ഒരു സംഭവം പറയാം, അന്നേരം മാഷക്ക് ഓർമ്മ വരുമോ നോക്കുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ വാച്ച് കാണാതെ പോയി. കൂടെ എന്തായാലും ക്ലാസ്സിലെ കുട്ടികൾ ആരെങ്കിലും ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാഷ് എന്ത് ചെയ്തു, എല്ലാ കുട്ടികളെയും കണ്ണ് തുണി ഉപയോഗിച്ച് കെട്ടി. അതിനുശേഷം ഓരോരാളെ പോക്കറ്റും തപ്പി ഈ വന്ന കുട്ടീന്റെ പോക്കറ്റിൽ നിന്ന് വാച്ചെടുത്തു മറ്റേ നഷ്ടപ്പെട്ടു പോയ കുട്ടിക്ക് കൊടുത്തു. എന്നിട്ട് മാഷ് പറഞ്ഞു, ഈ നഷ്ടപ്പെട്ടു പോയ വാച്ച് തിരിച്ചു കിട്ടി. ഇനി ഈ വാച്ച് കാണാതെ പോയതിനെ പറ്റി, ഇതാരെ എടുത്തതിനെ പറ്റിയിട്ട് ഒന്നും നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാൻ പാടില്ല. വാച്ച് നഷ്ടപ്പെട്ടു പോയത് വാച്ച് തിരിച്ചു കിട്ടി, ഇനി ഈ കാര്യം ചർച്ച ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. മാഷന്റെ പോക്കറ്റിൽ നിന്ന് ഈ വാച്ച് എടുത്തതിന് ശേഷം മാഷ് ഒരു പ്രാവശ്യം കൂടി എന്നോട് ചോദിച്ചില്ല, നീ എന്തിനാ ഈ വാച്ച് എടുത്തതെന്ന് ചോദിച്ചില്ല. എനിക്കങ്ങനെ വളരെ വളരെ വിഷമമായിരുന്നു. ഞാൻ വളരെ സങ്കടപ്പെട്ടു. പക്ഷെ മാഷ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് മാഷ എന്നോട് ചോദിച്ചില്ല, വാച്ച് എന്തിനാ മോഷ്ടിച്ചതെന്ന് എന്തുകൊണ്ടാണ് എന്നോട് ചോദിച്ചില്ല എന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞു, മോനെ, നിങ്ങളുടെ എല്ലാരും കണ്ണ് കെട്ടിയതുപോലെ ഞാൻ എൻ്റെ കണ്ണും കെട്ടിയതിനു ശേഷമാണ് നിങ്ങളെല്ലാരും പരിശോധിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ആര് പോക്കറ്റിൽ നിന്നാണ് വാച്ച് എടുത്തതെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. മാഷ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് എല്ലാ കുട്ടികളും സമന്മാരാണ്. ഇതിലാരെ ഒരാൾ വാച്ചെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എപ്പോഴും ഞാൻ മനസ്സിലാലോചിച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു കുറ്റക്കാരനായിട്ട് എനിക്ക് മനസ്സിൽ തോന്നൂല്ലോ. കുട്ടികളെ ഒരിക്കലും കുറ്റക്കാരായിട്ട് മനസ്സിൽ കൂടി വിചാരിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാനും കണ്ണ് കെട്ടിയിട്ട് വാച്ച് പരിധി എടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണാൻ വന്ന ആള് പറഞ്ഞു, അന്ന് മുതലേ എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ്, ഇനി ഒരു കാലത്തും കുറ്റം ചെയ്യാൻ പാടില്ല, കളവ് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ്. ഇനി അഥവാ കളവ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ കണ്ടുപിടിക്കാനും കുറ്റമില്ലാത്ത ഒരു നാടായി മാറ്റണമെന്നും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പോലീസിലെ ഈ ഉന്നത അധികാരിയായി വന്നത്. മാഷാണ് എനിക്കിതിന് പ്രചോദനമായത് എന്ന് പറഞ്ഞു. മാഷും കുട്ടിയും കുറേ നേരം സംസാരിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളൊരിക്കലും കുറുനരിയാകാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല കേട്ടാ. അങ്ങനെ. അപ്പോൾ ഇതൊരു തമിഴ് കഥയാണ്. തമിഴില് അധ്യാപകർക്ക് ആശ്രിയാർ എന്നാ പറയും. ആശ്രിയാർ എന്ന് പറഞ്ഞാൽ, ആശ് എന്ന് പറഞ്ഞാൽ കുറ്റം, അരിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടുത്തു നിർത്തുക. ചെറിയ കുട്ടികൾക്ക് കുറ്റം തടുത്തു നിർത്താൻ വേണ്ടിയിട്ടാണ് അധ്യാപകർക്ക് ആശ്രിയാർന്ന് തമിഴിൽ പേര് കൊടുത്തത്. മലയാളത്തിലെ അധ്യാപകർക്ക് എന്തുകൊണ്ടാണ് അധ്യാപകർ എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം എന്ന് എനിക്കറിയോ? അറിയില്ലല്ലോ, എനിക്കും അറിയില്ല. നമ്മൾ അധ്യാപകൻ എന്നും പറയും, വിളിക്കുന്നത് മാഷെന്നും വിളിക്കും, പെണ്ണുങ്ങളാണെങ്കിലും ടീച്ചർന്ന് വിളിക്കും അല്ലേ. അധ്യാപകൻ എന്നുള്ളതിൻ്റെ വാക്കെന്താണെന്ന് അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. തമിഴിലുള്ള അർത്ഥമേ എനിക്കറിയുള്ളൂ. കഥ ഇഷ്ടമായാലും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അധ്യാപകൻ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അർത്ഥം എന്താണ്, മലയാള അർത്ഥം എന്താണെന്നുള്ളത് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. താങ്ക് യു.